പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിജീവിതത്തിൽ ഉണ്ടായൊരു ദൈവാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ എൻ്റെ 19ാമത്തെ വയസ്സ് വരെ, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയം വരെ ഞാൻ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഒരു പേരിന് മാത്രം പള്ളിയിൽ പോവുകയും അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത ഒരു അപകടം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാനന്ന് ഡിഗ്രി 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്സിഡൻറ്റിൽ സംഭവിച്ച സമയത്ത് എൻ്റെ കാലിൻ്റെ മുട്ടിന് ഒരു ഫ്രാക്ചർ സംഭവിക്കുകയും അതിനെ തുടർന്ന് കാല് മൊത്തം പ്ലാസ്റ്റർ ഇട്ട് എടുക്കുകയും ചെയ്തു. എന്നാൽ ആ പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷം എനിക്ക് കാല് മടക്കാൻ പറ്റാതെ, നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ വളരെ നിരാശയിലായിരുന്നു ആ സമയത്ത്. കാരണം അങ്ങനെ മാതാപിതാക്കളുടെ നിർബന്ധം മൂലം ഞാനൊരു ക്രിസ്തീയ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അത് 5 ദിവസത്തെ ഒരു ധ്യാനമായിരുന്നു. ആദ്യത്തെ 2 ദിവസം ഞാനവിടെ ഒന്നും ശ്രദ്ധിക്കാതെ ഉഴപ്പി നടന്നു. എന്നാൽ 3ാം ദിവസം വൈകുന്നേരം ഒരു 7 മണി സമയത്ത് ആ പ്രാർത്ഥന ശുശ്രൂഷ നയിച്ചുകൊണ്ടിരുന്ന ആ പുരോഹിതൻ, നിങ്ങൾ യേശുവേ എന്ന് ശബ്ദമുയർത്തി ആത്മാർത്ഥമായിട്ട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് യേശുവേ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ, ആ സെക്കൻഡിൽ തന്നെ യേശു കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. എനിക്കുണ്ടായ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ, അന്ന് വരെ ആ ചെറുപ്പത്തിൻ്റേതായ പല ദുസ്വഭാവങ്ങൾ എനിക്കുണ്ടായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുകയും പല സ്ഥലത്ത് കറങ്ങി നടക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ഒന്നും ലഭിക്കാത്ത വലിയൊരു ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ആ സമയത്ത് തന്നെ യേശു കർത്താവ് എനിക്ക് തന്നു. അന്ന് മുതൽ ഞാൻ ആ ബാക്കിയുള്ള വചന ശുശ്രൂഷയെല്ലാം വളരെ സജീവമായി പങ്കെടുത്തു. കർത്താവായ യേശു ക്രിസ്തു എനിക്കൊരു പുതിയ ജീവിതം അവിടെ വെച്ച് തന്നു. ഞാൻ അതിനുശേഷം ഒരു പുതിയ വ്യക്തിയായിട്ടാണ് ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. എനിക്കവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം, ഈ ലോകത്തിനും അപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം യേശു കർത്താവ് എനിക്ക് തന്നു. അതിനുവേണ്ടി ജീവിക്കണം. അത് എൻ്റെ കാല് മുട്ടുമടക്കാൻ പറ്റാത്ത കാലിനെ യേശു കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. അന്നു മുതൽ യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു വലിയ ദൈവകൃപ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. അതുപോലെ തന്നെ എനിക്ക് ലഭിച്ചൊരു സൗഖ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ചെറുപ്പത്തിലെ ശ്വാസം മുട്ട്, ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. എൻ്റെ ഡാഡി വളരെ മദ്യത്തിനടിമയായിരുന്നു. യേശു കർത്താവ് ഡാഡി പൂർണ്ണമായിട്ട് വിടുവിച്ചു. ഒരു നല്ല ജീവിതം കർത്താവായ യേശു എനിക്ക് തന്നു. അന്ന് മുതൽ യേശു എന്നെ ഏൽപ്പിച്ച ഓരോ ശുശ്രൂഷകളും ഞാൻ ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ ദൈവമല്ല. യേശു കർത്താവ് വന്നത് എല്ലാവരെയും രക്ഷിക്കാനാണ്. ദൈവവചനത്തിനകത്ത്, ബൈബിളിനകത്ത് തന്നെ വളരെയധികം സ്പർശിച്ച ഒരു വചനമാണ്. യേശു സ്വന്തം വായ്മൊഴിയായിട്ട് എങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും നിങ്ങളെ തള്ളിക്കളയാത്ത, നിങ്ങളുടെ കുറവുകളോട് കൂടെ തന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശു നിങ്ങളൊരിക്കലും കൈവിടുകയില്ല. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.